Hello guys, welcome for my new YouTube channel. So നമ്മൾ ഇന്ന് ചെയ്യുന്നത് Iqoo Z6 Lite ടിപ്സ് ട്രിക്സ് ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് വാങ്ങുന്ന വീഡിയോ ആണ്. സോ ഇപ്പം എനിക്ക് നമ്മുടെ സ്റ്റെല്ലാർ ഗ്രീൻ കളർ 4GB 64GB Iqoo Z6 Lite 5G ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾ നോക്കിയാൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് വരുന്നത് ഗൂഗിൾ ഡേറ്റ് ആണ്. സോ ഈച്ച് ടൈം നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ദിസ് കോൾ ഈസ് നൗ ബീങ് റെക്കോർഡ് ചെയ്യുന്ന രണ്ട് പാർട്ടീസ് നിൽക്കാം. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിനകത്ത് നമുക്ക് ആപ്സ് എടുക്കുക. സോ ആപ്സ് എന്ന ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അവിടെ എനേബിൾ ഓൾട്ടർനേറ്റ് ഫോൺ ആൻഡ് കോൺടാക്ട്സ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. സോ ദാറ്റ് മീൻസ് ഇതാണ് നമ്മൾ വിവോ ഡയലർ എനേബിൾ ചെയ്തിട്ടാണെന്ന് വെച്ചാൽ ജസ്റ്റ് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെറ്റ് നൗ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ വിവോ ഡയലർ സെറ്റിനെ കൊടുത്തു. ഓക്കെ, പിന്നെ സംഭവം നമ്മുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള ഗൂഗിൾ ഡയലർ മാറിയിട്ട് നമുക്ക് അവിടെ വിവോ ഡയലർ നമുക്ക് കൊണ്ടെടുത്താൻ പറ്റും. സോ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇതാണ് നമ്മുടെ വിവോ ഡയലർ എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടോ? ഇനി നമുക്കിതിനകത്ത് കോൾ റെക്കോർഡിംഗ് ഒന്നിനും ഒരു ഇഷ്യൂസ് ഇല്ല, പക്കയായിട്ട് വർക്ക് ചെയ്യുമല്ല. സോ നെക്സ്റ്റ് ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള വേറൊരു ഫീച്ചർ, ദാറ്റ് മീൻസ് ജസ്റ്റ് സ്ക്രീൻ ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയും. സോ ഞാനിപ്പോൾ ഇന്ന് സ്ക്രീൻ ഓഫ് ആയിട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഞാൻ ജസ്റ്റ് എഫ് ഡ്രോ ചെയ്യുവാണ്. കേട്ടോ, അപ്പോൾ തന്നെ ഇൻസ്റ്റൻറ്റ് ഫേസ്ബുക്ക് ഓപ്പൺ ആയി. സോ പിന്നെ ഞാൻ ലോക്ക് ചെയ്തു, ഞാൻ ഡ്രോ ചെയ്യുവാണ്. കണ്ടോ, ഇൻസ്റ്റൻറ്റ് ആൽബംസ് വന്നു. സോ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓരോ ആപ്സിനും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ലോക്ക് സ്ക്രീൻ തന്നെ വരാനുള്ള ഓപ്ഷനാണ്. സോ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിന് നമുക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ദറ്റ് മീൻസ് ഷോർട്ട് കട്ട്സ് ആൻഡ് ആക്സിബിലിറ്റി. അതിനകത്ത് എടുക്കേണ്ടത് സ്മാർട്ട് മോഷനാണ്. അതിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞത് സ്മാർട്ട് സ്ക്രീൻ ഓൺ ആൻഡ് ഓഫ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. റേസ് ടു വേ കിട്ടുന്നുണ്ട്, ഡബിൾ ടാപ്പ് ലൈറ്റ് കിട്ടുന്നുണ്ട്, ഡബിൾ ടാപ്പ് ടേൺ ഓഫ്. അത് ജസ്റ്റ് ടേൺ ഓൺ ചെയ്തേക്കാം 3 ഓക്കെ, കാരണം ആവശ്യമുള്ള ഫീച്ചറാണ്. പിന്നെ സ്മാർട്ട് വേക്കിനകത്താണ് ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് കിടക്കുന്നത്. കണ്ടോ, ഡ്രോ എഫ് ലോഞ്ച് ഫേസ്ബുക്ക്, ഡ്രോ ഇക്ക് നമുക്ക് വേണമെങ്കിൽ ഏത് ആപ്പ് ഇട്ട് വേണമെങ്കിൽ അസൈൻ ചെയ്യാൻ പറ്റും. കണ്ടത് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന എല്ലാ ആപ്സും കാണിക്കും. ഓക്കെ, സോ ഡ്രോ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ആൽബംസ് അസൈൻ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ സ്വൈപ്പ് ഡൗൺ ടു ടേക്ക് എ ഫോട്ടോ, സ്വൈപ്പ് അപ്പ് ടു അൺലോക്ക്. പിന്നെ ജസ്റ്റ് സ്വൈപ്പ് ഡൗൺ ടു ടേക്ക് എ ഫോട്ടോ, ജസ്റ്റ് ഞാൻ സ്വൈപ്പ് ഡൗൺ കൊടുത്തു. കണ്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ക്യാമറ വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ഫോട്ടോ എടുക്കാം. സോ ഈസി ആയിട്ട് ഓരോ ആപ്സ് ഇട്ട് പെട്ടെന്ന് പോകാൻ പറ്റും കേട്ടോ. ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സെക്യൂരിറ്റി, നമ്മുടെ ഷോർട്ട് കട്ട് ആക്സിബിലിറ്റി, സ്മാർട്ട് മോഷൻ, സ്മാർട്ട് വേക്ക്. അപ്പോൾ അതിനകത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷേക്ക് ടു ടേൺ ഓൺ ഫ്ലാഷ് ലൈറ്റ് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഹോം സ്ക്രീനിൽ അല്ലെങ്കിൽ നമ്മുടെ ലോ സ്ക്രീനിൽ നിൽക്കുവാണെങ്കിൽ ജസ്റ്റ് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവുന്ന ഓപ്ഷനാണ്. സോ ഞാൻ പക്ഷേ നമ്മൾ ഈ സ്ക്രീനിൽ നിന്നിട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവില്ല. കണ്ടോ, ആവില്ല. പക്ഷേ ഞാൻ ഇത് ലോക്ക് ചെയ്തു. ഹോം സ്ക്രീനാണ് ഇപ്പോൾ നിൽക്കണം. ഇനി ഷേക്ക് ചെയ്താവും. കണ്ടോ, ഇനി അതേപോലെ ലോ സ്ക്രീനിൽ ആവാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്കവിടെ. സോ ജസ്റ്റ് ഓഫ് ചെയ്യാം ടോർച്ച്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഷോർട്ട് കട്ട് ആക്സിബിലിറ്റി സ്മാർട്ട് മോഷനകത്തുള്ളത്. പിന്നെ നെക്സ്റ്റ് വെച്ചാൽ നമ്മൾ സ്ക്രീൻഷോട്ടൊക്കെയാണ്. ദാറ്റ് മീൻസ് എസ് ക്യാപ്ചർ എന്ന് വെച്ചാൽ 3 ഫിംഗർ സ്വൈപ്പാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. പിന്നെ പാർഷ്യൽ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടില്ല. ദാറ്റ് മീൻസ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു ഏരിയ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഓപ്ഷൻ, അതാണ് പാർഷ്യൽ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് കണ്ടില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് സ്മാർട്ട് സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ഒരേ സ്ക്രീൻ തന്നെ 2 ആപ്സ് യൂസ് ചെയ്യുന്ന സംഭവമാണ്. ദാറ്റ് മീൻസ് നമ്മൾ 3 ഫിംഗർ സ്വൈപ്പാണ് സ്ക്രീൻഷോട്ടെങ്കിൽ 3 ഫിംഗർ സ്വൈപ്പ് അപ്പ് ചെയ്ത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. 3 ഫിംഗർ സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ കേട്ടോ. ഉണ്ടോ, ഇപ്പോൾ സ്പ്ലിറ്റ് സ്ക്രീൻ ഈസ് നോട്ട് സപ്പോർട്ട് ബൈ ദിസ് ആപ്പ്. ഇപ്പോൾ ഈ ആപ്പ് സെറ്റിംഗ്സിൽ പറ്റില്ല. സോ ഞാൻ ക്രോം എടുത്തു. ക്രോം ടാപ്പ് ചെയ്യാം. ജസ്റ്റ് എക്സ്പ്ലെയിൻ കണ്ടിന്യൂ, നോ താങ്ക്സ്. ഓക്കെ, ഞാൻ ജസ്റ്റ് 3 ഫിംഗർ സ്വൈപ്പ് കൊടുത്തു. ഉണ്ടോ, രണ്ടാമത്തെ ഏത് ആപ്സ് വേണം യൂസ് ചെയ്യാൻ, മെസ്സേജസ് കൊടുക്കുക. ഉണ്ടോ, അപ്പോൾ സെയിം ടൈമിൽ നമുക്കിത് മെസ്സേജസിൻ്റെ ഇവിടെയും ചെയ്യാൻ പറ്റും, സെയിം ടൈമിൽ നമുക്കിത് ഇവിടെ ആക്സ് ചെയ്യാൻ പറ്റും. കേട്ടോ, സോ രണ്ടും അറ്റ് സെയിം ടൈം തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, സോ നൈസാണ്. പിന്നെ നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കുന്നത്. ഉണ്ടോ, മറ്റേ ദാറ്റ് മീൻസ് മേലത്തെ ആപ്ലിക്കേഷൻ താഴത്തെ ആപ്ലിക്കേഷൻ മേലിട്ട്. പിന്നെ അങ്ങനെ തന്നെ അല്ലാതെ ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആപ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനോട് കിട്ടുന്നുണ്ട്. കണ്ടോ, പിന്നെ എക്സിറ്റ് സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. സോ റിയലി കൺവീനിയൻറ്റ്. ഇനി അതുപോലെ ജസ്റ്റ് 3 ഫിംഗർ സ്വൈപ്പ് അപ്പ് ചെയ്ത് എടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് വേറെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിപ്പോൾ റീസൻസിൽ പോവാം. റീസൻസിൽ പോയി കഴിഞ്ഞാൽ പ്രസ് ആൻഡ് ഹോൾഡിന് വരുന്നത് ഇവിടെ ഒരു ക്രോമിൻ്റെ അവിടെ ഒരു ഐക്കൺ കണ്ടോ, അവിടെ ടാപ്പ് ചെയ്താൽ മതി. കണ്ടത് ഇപ്പോൾ സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷൻ വരും, അതിനകത്ത് ടാപ്പ് ചെയ്യുക. സെയിം സംഭവം തന്നെ അവിടെ വരും. ഓക്കെ, കണ്ടോ, അടുത്ത ആപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ 1 2 ഒരു 5 ഓളം റീസൺസ് കിടപ്പുണ്ട്. സോ ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്ക് ഇതിനകത്തൊരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഞാൻ ക്രോമിൽ എടുത്ത് അർജൻറ്റായിട്ട് ഇട്ടേ ഇച്ചിരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. സോ അപ്പോൾ ഞാൻ ജസ്റ്റ് ലോക്ക്ഡൗൺ കൊടുത്തു. അതിന് ആ ആപ്പിന് മാത്രം. ഇപ്പോൾ നോക്കിയാൽ ചെറിയൊരു ലോക്കിൻ്റെ അയക്കണ ആ ആപ്പിന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് അറിയാണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യമായിരുന്നു, ഞാൻ ജസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്തു. കേട്ടോ, ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ക്ലോസ് ചെയ്യാൻ ലോക്ക്ഡൗൺ ഏതൊക്കെ ആപ്സാണ് നമ്മൾ ലോക്ക്ഡൗണിലിട്ട് ആ ആപ്പ് എന്ത് ചെയ്താലും ക്ലോസ് ആവില്ല. കണ്ടോ, കറക്റ്റ് ലൊക്കേഷൻ തന്നെ വേണ്ടത്, ക്ലോസ് ആവില്ല. കണ്ടോ, തിരിച്ച് ആ ലൊക്കേഷൻ ഉണ്ടോ, സെയിം ലൊക്കേഷൻ വന്ന് നടക്കും. അപ്പോൾ നമുക്കത് അങ്ങനത്തെ ആപ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് അർജൻറ്റായിട്ട് എപ്പോഴും വേണ്ട ആപ്സ് അല്ലെങ്കിൽ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യേണ്ട ആപ്സ് ഇനി തന്നെ ഒപ്റ്റിമൈസിങ് ക്ലോസ് അങ്ങനത്തെ ആപ്സ് ജസ്റ്റ് ലോക്ക്ഡൗണിൽ കൊടുത്തിടുക. ജസ്റ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ലോക്ക്ഡൗൺ മാറ്റി അൺലോക്ക് കൊടുത്താൽ ഇനി ജസ്റ്റ് ക്ലിയർ ചെയ്തിട്ടാണ്. സോറി, ആപ്പ് നിൽക്കുമായിരുന്നു. ഓക്കെ, ക്ലിയർ ചെയ്തിട്ട് കണ്ടോ, എല്ലാം ക്ലിയറായി പോയി.
നെക്സ്റ്റ് വെച്ച് നമ്മുടെ ക്വിക്ക് ആക്ഷൻ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ നമ്മൾ സ്ക്രീൻ ഓഫ് ആയിരിക്കുന്ന സമയത്ത് വോളിയം ഡൗൺ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യും. ഏത് ആപ്പ് ഇട്ട് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യണോ, ക്യാമറ ഓപ്പൺ ആക്കണോ, അതോ വേറെ ഏതെങ്കിലും ഇപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി ആണ് ഗെയിമിംഗ് ആയതുകൊണ്ട് ആ ഗെയിമിങ്ങിൻ്റെ ഡാറ്റ അസൈൻ ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഷ് ലൈറ്റ് ആണ്. സോ ഞാൻ ഫോൺ ഓഫ് ആക്കിയിട്ട് പ്രസ് ആൻഡ് ഹോൾഡ് ദ വോളിയം ഡൗൺ ബട്ടൺ ഉണ്ടോ, ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയി. സോ അങ്ങനത്തെ കുറച്ച് ഈസി ആക്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് വേറെ ആപ്സ് ഇട്ട് അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സോ ഞാൻ ജസ്റ്റ് ക്വിക്കായിട്ട് പറഞ്ഞതേ ഉള്ളൂ. സോ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പവർ ബട്ടൺ, ദാറ്റ് മീൻസ് ഈ പവർ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് നമുക്കിപ്പോൾ പവർ മെനു ആണ്. ഇപ്പോൾ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് അതാക്കാം. പക്ഷേ കുറച്ചുകൂടെ കൺവീനിയൻറ്റ് ഇത് തന്നെയായിരിക്കും. ഇത് ഇതാണ് പ്രസ് ആൻഡ് ഹോൾഡ് പവർ ബട്ടൺ. അത് മാറ്റിയിട്ട് വേണമെങ്കിൽ ഇത് ഗൂഗിൾ അസിസ്റ്റൻസിൻ്റെ ഓപ്ഷൻസും അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ, ദാറ്റ് മീൻസ് നമുക്ക് ഇൻകമിംഗ് കോൾസ് വരുമ്പോഴത്തേക്കും നമ്മുടെ റിയർ ക്യാമറ ഫ്ലാഷ് ബ്ലിങ്ക് ചെയ്യണ സാധനം. നേരത്തെ തേർഡ് പാർട്ടി ആപ്സ് ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ അതൊന്നും വേണ്ട, ഇൻബിൽഡ് ആയിട്ട് ആ ഫീച്ചറൊക്കെ വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ ഹാൻഡ് മോഡാണ്. ഓക്കെ, സോ നല്ല ഈസിയാണ്. ഇത് ജസ്റ്റ് ആക്സസ് യൂസിങ് മിനി ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഇത് ഒരു ഇൻവേർഡ് ഔട്ട് എന്നുള്ള രീതിയിൽ അകത്തിട്ട് പുറത്തിട്ട് സോറി കൈ ഇവിടെ നോക്കി കണ്ടോ, ഓൾറെഡി വന്നിട്ടുണ്ട്. വാവ്, നൈസ്. ഇത് ജസ്റ്റ് ഇൻവേർഡ് ഔട്ട് ചെയ്യുകയാണ് കണ്ടോ, സിമ്പിളാണ്. പിന്നെ നമുക്ക് റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. സോ അതാണ് നമ്മുടെ വൺ ഹാൻഡ് മോഡ്. നെക്സ്റ്റ് നമ്മുടെ എക്സ്ട്രാ ഡിം എന്നൊരു ഓപ്ഷനാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഹാർഷ് ലൈറ്റ് കണ്ടിട്ട് വരാണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് സ്ക്രീനിൽ ഏത് ബ്രൈറ്റ്നസ് ആണ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രൈറ്റ്നസ് സ്ക്രീനിൽ മെയിൻ ചെയ്യും, പക്ഷേ കണ്ണിട്ട് ആ ഹാർഷ് ലൈറ്റ് അടിക്കുകയും ചെയ്യില്ല. സോ ഇത് ഫുൾ ബ്രൈറ്റ്നസ് ആക്കി. ഇപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് എക്സ്ട്രാ ഡിം കിടപ്പുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഡിം ആയിട്ടത് നമുക്ക് ഡിഫറൻസ് അറിയാം. ഡിം ആവുണ്ട് ലൈറ്റ്. ഓക്കെ, സോ ബൈ ഡീഫോൾട്ട് ഇവിടെ ഉണ്ടാവില്ല. സോ നമ്മുടെ സെറ്റിംഗ്സിനകത്ത് നമ്മുടെ ഷോർട്ട് കട്ട് ആക്സിബിലിറ്റി തന്നെ ആക്സസിബിലിറ്റി എടുത്തിട്ട് വൺസ് എക്സ്ട്രാ ഡിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ നോട്ടിഫിക്കേഷൻ ടോഗിൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ആഡായി വന്നോളും. ബില്ലിങ് ആഡായി വരില്ല. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. സോ നെക്സ്റ്റ് നമ്മുടെ ജസ്റ്റ് നാവിഗേഷൻ ആണ്. സോ നിങ്ങൾ നോക്കിയറിയാം, സിസ്റ്റത്തിനകത്ത് പോവുക, എന്നിട്ട് സിസ്റ്റം നാവിഗേഷൻ എടുക്കുക. സിസ്റ്റം നാവിഗേഷൻ എടുത്ത് ജസ്റ്റ് നാവിഗേഷൻ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് ഹൈഡ് ബോട്ടം ബാർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ചെറിയൊരു ലൈൻ വന്നിട്ടുണ്ട്. അതുങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഫുള്ളി ഇമോഷൻ സ്ക്രീനായി. ഇനി ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പോവും. സ്വൈപ്പ് അപ്പ് ചെയ്തിട്ട് നടുകൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് റീസൺസ് വരും. ഇനി നമ്മുടെ ബാക്ക് പോകാനായിട്ട് ഒന്നെങ്കിൽ ലെഫ്റ്റിൽ കൊണ്ട് സ്വൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റിൽ കൊണ്ട് സ്വൈപ്പ് ചെയ്യുക. ഉണ്ടോ ഭയങ്കരമാണ് ലെഫ്റ്റ് സ്വൈപ്പ്. ഉണ്ടോ ഇൻസ്റ്റൻറ്റ് ആണ്, ഭയങ്കര ഈസി ആക്സ് ആണ്. ദിസ് ഹോം, റൈറ്റ് സ്വൈപ്പ്, ലെഫ്റ്റ് സ്വൈപ്പ്. ഉണ്ടോ റിയലി ക്വിക്ക്. സോ ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മൾട്ടിപ്പിൾ യൂസേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾ വേറെ ആൾക്ക് ഫോൺ കൊടുക്കുകയാണ്, ജസ്റ്റ് കോൾ ചെയ്യണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡയറി, ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന തേർഡ് പാർട്ടി ആപ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ കണ്ടന്റും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിസ്റ്റം എടുത്തിട്ട് അയാൾ ഗസ്റ്റ് മോഡിട്ട് ഫോൺ കൊടുക്കുക, മൾട്ടിപ്പിൾ യൂസർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആഡ് ഗസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഗസ്റ്റ് മോഡിട്ട് നോക്കോളും. ഉണ്ടോ അതിൻ്റെ സ്വിച്ച് ടു ഗസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗസ്റ്റ് മോഡ് മാത്രമാണ് ആൾക്ക് കിട്ടുക. ദാറ്റ് മീൻസ് ലിമിറ്റഡ് ആപ്സ്, ദാറ്റ് മീൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ തേർഡ് പാർട്ടി ആപ്സ് ഉണ്ടാവില്ല, ഗാലറി ഫ്രഷ് ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് ഫോൺ ആൾക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് തിരിച്ചും സെയിം ലൊക്കേഷനിൽ തന്നെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റാനും പറ്റും. സോ സെറ്റിംഗ്സിൽ പോയിട്ട് സെയിം ഏത് ലൊക്കേഷൻ നമ്മളെടുത്ത് സ്വിച്ച് ടു സെറ്റിംഗ്സ് എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗസ്റ്റ് മോഡിൻ്റെ പരിപാടി കഴിഞ്ഞത് കഴിഞ്ഞ് നമ്മൾ സെറ്റിംഗ്സ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിസ്റ്റം എടുക്കുക. സിസ്റ്റം എടുത്തിട്ട് നമ്മുടെ മൾട്ടിപ്പിൾ യൂസ് സെലക്ട് ചെയ്യുക, റിമൂവ് ഗസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഓണറായി മാറും. ഓക്കെ, ഇത് റിമൂവ് കൊടുക്കുക. ഓണറായിട്ടുണ്ട്. എൻ്റെ പിന്നടിച്ചു. ഡൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒബ്വിയസ്ലി ഇപ്പോൾ ഒരു പുതിയ ഫോൺ, നിങ്ങൾ പുതിയൊരു ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ഫോണിലെ എല്ലാ ഡേറ്റയും പുതിയ ഫോണിൽ ജസ്റ്റ് അതിനകത്ത് ഇൻബിൽട്ട് ആയിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഫോൺ ക്ലൗഡ്. സോ ഇത് നിങ്ങളുടെ ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ പുതിയ ഫോണെങ്കിൽ ഇത് ന്യൂ ഫോൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പഴയ ഫോണിലും ഈസി ഷെയർ എന്നുള്ള ആപ്പാണ് ഇതിൻ്റെ പേര്. ഫോൺ ക്ലൗഡ് വിവോ IQ Z6 ഈസി ഷെയർ എന്നുള്ള ആപ്പാണ്. ഈ ആപ്പ് തന്നെ മറ്റേ ഫോണിലും ഡൗൺലോഡ് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ നിന്ന് മറ്റേ ഫോൺ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഈ സെയിം സംഭവം തന്നെ മറ്റേത് ഓൾഡ് ഫോണായിട്ടും ഇത് ന്യൂ ഫോണായിട്ടും കൊടുക്കുക. അപ്പം എന്നിട്ട് ചോദിക്കുക ഏതൊക്കെ ഡേറ്റാസാണ് കോപ്പി ചെയ്യുന്നത്, എന്നിട്ട് എല്ലാം കൊടുക്കാൻ പറ്റും. സോ നൈസ് കാര്യമാണ്. പിന്നെ വാട്സപ്പ് ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ ചാറ്റ് ബാക്കപ്പ് ചെയ്തിട്ട് ദാറ്റ് മീൻസ് നമ്മൾ ഗൂഗിൾ ഡ്രൈവ് വഴി റിട്രീവ് എടുക്കാനും പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ആപ്പ് ലോക്ക്, ആപ്പ് ഹൈഡ് അങ്ങനത്തെ ഫീച്ചേഴ്സ്. സോ സെക്യൂരിറ്റി എടുക്കുക സെറ്റിംഗ്സിനകത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പ്രൈവസിൻ്റെ ആപ്പ് എൻക്രിപ്ഷൻ കിടപ്പുണ്ട്. സോ അതിനകത്ത് പാസ്വേഡ് ഓപ്ഷൻസ് കിടപ്പുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഇത് 4 ഡിജിറ്റ് പാസ്വേഡ് കൊടുക്കുവാണ്. ഓക്കെ, 4321 ഞാൻ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി കൊടുക്കാം. 4321 വെരിഫൈ ന്യൂ പാസ്വേഡ്. ഓക്കെ, ഡൺ കൊടുത്തു. ഉണ്ടോ അപ്പോൾ അതിനകത്ത് ആപ്പ് എൻക്രിപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈഡ് ആപ്പ് വന്നിട്ടുണ്ട്. ആപ്പ് എൻക്രിപ്ഷനാണ് ആപ്പിലൊക്കെ, ഹൈഡ് ആപ്സ് നമ്മുടെ ആപ്പ് ഹൈഡ് ചെയ്യാനുള്ള സംഭവമാണ്. സോ ആപ്പ് എൻക്രിപ്ഷൻ എടുക്കുക. ഉണ്ടോ ഏതൊക്കെ ആപ്പാണ് ലൊക്കേഷൻ, ഇപ്പോൾ ആൽബംസ് ലോക്ക് ചെയ്യണം. ആൽബംസ് ജസ്റ്റ് ടാപ്പ് ചെയ്തു. ഓക്കെ, ഞാൻ ആൽബംസ് എടുക്കുകയാണ്. നോക്കിയാൽ കണ്ടോ ആപ്പ് എൻക്രിപ്ഷൻ വെച്ചിട്ടുണ്ട്. 4321 അടിച്ചു. കണ്ടോ ഓപ്പൺ ആയി. അപ്പോൾ നമ്മൾ ചോദിക്കും ഫേഷ്യൽ റെക്കഗ്നിഷനും ഫിംഗർ പ്രിൻറ്റും വേണോ. അപ്പോൾ വേണ്ടെങ്കിൽ ജസ്റ്റ് ക്യാൻസൽ കൊടുക്കുക, വേണമെങ്കിൽ 8 ഓൺ കൊടുക്കുക. അപ്പോൾ ഈച്ച് ആൻഡ് എവരി നെക്സ്റ്റ് ടൈം മുതൽ ഇപ്പോൾ എൻ്റെ മെയിൻ പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് യൂസ് ചെയ്യാനായി വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് ടൈം മുതൽ ഈച്ച് ആൻഡ് എവറി ടൈം നമ്മുടെ ആൽബംസ് ചോദിക്കുമ്പോൾ
സോറി വൺസ് ആണോ ഇപ്പോൾ നോക്കിയാൽ വൺസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റൻറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ രണ്ടാമത് അതൊന്നും വേണ്ട. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് തിരിച്ചവിടെ പോയിട്ട് നമ്മുടെ പ്രൈവസീൻ്റെ ആപ്പ് ഇംഗ്ലീഷ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസ് കൊടുത്തിട്ട് ആപ്പ് ഇംഗ്ലീഷ് എടുത്തിട്ട് ആപ്പ് ലോക്ക് ടൈം ഇപ്പോൾ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 minute ആഫ്റ്റർ സ്ക്രീൻ ഈസ് ലോക്ക് എന്നൊക്കെ പറഞ്ഞ് കിടക്കണേ. അത് മാറ്റിയിട്ട് വെൻ ദ ആപ്പ് ഈസ് ലോക്ക് ഓർ നമ്മുടെ സ്ക്രീൻ ഈസ് ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. സോ ഈച്ച് ആൻഡ് എവറി ടൈം നമ്മുടെ ആപ്പ് ജസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ എപ്പോഴും നമ്മുടെ ലോക്ക് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. ഓക്കെ, അതാണ് നമ്മുടെ ആപ്പ് എൻക്രിപ്ഷൻ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ആപ്പ് ലോക്കാണ്, സോറി ആപ്പ് ഹൈഡാണ്. ഓക്കെ, സോ ജസ്റ്റ് ഹൈഡ് ആപ്സ് എടുക്കുക. ഇപ്പോൾ ആമസോൺ ആണ് ഹൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഇത് ആമസോൺ ഞാൻ ടാപ്പ് ചെയ്തു. ഓക്കെ, ഇനി ഇത് ഹൈഡ് ചെയ്യേണ്ടത് എങ്ങനെ ആക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വൈപ്പ് അപ്പ് വിത്ത് 2 fingers ഓപ്ഷൻ കിടപ്പുണ്ട്, വ്യൂ ഹിഡൻ ആപ്സ്. അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇനി എളുപ്പം ഹൈഡ് ജസ്റ്റ് 2 fingers സ്വൈപ്പ് ചെയ്താൽ മതി. ഫേസ് റെക്കഗ്നൈസ് ചെയ്തു, ഇൻസ്റ്റൻ്റായിട്ട് ഹൈഡൻ ആപ്സ് വന്നു. സോ നമുക്ക് എടുക്കാൻ പറ്റും നൈസായിട്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓരോ ടൈം ഇച്ചിരി മറ്റേ ചില യൂസേഴ്സിനകത്ത് എസ്പെഷ്യലി നമ്മുടെ റിയൽമിക്കകത്തൊക്കെ UI ഹൈഡാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഡയലറിനകത്ത് കിടന്നിട്ട് ഡയലറിനകത്ത് ആ പാറ്റേൺ ദാറ്റ് മീൻസ് ഹാഷ് അടിക്കുമ്പോഴാണ് വരിക. ഇതിനകത്ത് വേറെ രീതിയിലാണ്. നെക്സ്റ്റ് നോക്കിയത് 4GB 64GB എന്ന് പറഞ്ഞു. സോ പക്ഷേ ഇത് 5GB 64GB ആയിട്ട് വർക്ക് ചെയ്യും. സോ റാം ആൻഡ് സ്റ്റോറേജ് എടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, 1GB എക്സ്റ്റേണൽ റാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 464 അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് 1GB കൂടെ നമ്മുടെ റാമിന് വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് സ്റ്റോറേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. 1GB ഡിഫറൻസ് ഉള്ളൂ, വലിയൊരു മാറ്റർ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻസിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയും. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾ വാട്സപ്പിൽ കുറേ മെസ്സേജസ് അയച്ചു, നിങ്ങളുടെ ഫോൺ നെറ്റ് ഓൺ ആയിരുന്നു, അപ്പോൾ റിസീവ് ആയി, പക്ഷേ നിങ്ങൾ കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് അയാൾ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്താൽ നിങ്ങൾക്ക് ആ മെസ്സേജ് മൊത്തം കാണാൻ പറ്റും. മീൻസ് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ എല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി. ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുക. സോ ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് വിത്ത് ടൈം സ്റ്റാമ്പ് സഹിതം നമുക്ക് ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി വരും. സോ അതൊരു റിയലി നൈസ് സംഭവമാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി വരുന്നത്. നെക്സ്റ്റ് ഇത് ഡൈനാമിക് എഫക്ട്സ് ഉണ്ട്. നമുക്ക് മീൻസ് ഫോണിൻ്റെ കുറേ കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ എൻഹാൻസ് ഡൈനാമിക് എഫക്ട്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഹോം സ്ക്രീൻ എൻട്രിങ് ആനിമേഷൻ മീൻസ് ആപ്പ് കഴിഞ്ഞിട്ടുള്ള എൻട്രിങ് ആനിമേഷൻ മീൻസ് ഒരു തേർഡ് പാർട്ടി നോവ ലോഞ്ചറൊക്കെ പോലെ. പിന്നെ ഫിംഗർ പ്രിൻറ്റ് ഫേഷ്യൽ റെക്കഗ്നേഷൻ ആനിമേഷൻ ചാർജിങ് ആനിമേഷൻ അങ്ങനെ കുറച്ച് കസ്റ്റമൈസേഷൻ ബേസിക്സ് ലെവൽ ഓഫ് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് നമ്മൾ ലോക്ക് സ്ക്രീൻ വാൾപേപ്പറാണ്. സോ നമുക്കിവിടെ നമ്മുടെ തീം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. വാൾപേപ്പർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. UI കളർ മീൻസ് നമുക്ക് ഇവിടെ നോക്കിയറിയാം. പിന്നെ അതൊരു ബ്ലൂ കളറാണ്. അത് മാറ്റിയിട്ട് വേറെ കളറൊക്കെ ആക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യും. പിന്നെ ലോക്ക് സ്ക്രീൻ സെറ്റിംഗ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ചെയ്യണ്ടോ ഇവിടെ ഫുൾ ടെക്സ്റ്റ്. പിന്നെ നമുക്കത് ലോക്ക് സ്ക്രീനിൽ ടെക്സ്റ്റ് അടിയാം. മൈ ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ് ഈസ് ലവ് ആണ്. ഗോഡ് ഈസ് ലവ്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇത് ലോക്ക് ആക്കാം. ഇപ്പോൾ നോക്കിയാൽ ഗോഡീസിൽ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ലെഫ്റ്റ് ഷോർട്ട് കട്ട് റൈറ്റ് ഷോർട്ട് കട്ടൊക്കെ മാറ്റാൻ പറ്റും. ദാറ്റ് മീൻസ് ഇതാണ് ലെഫ്റ്റ് ഷോർട്ട് കട്ട്. ഇപ്പോൾ ഫോൺ കിടക്കണേ ക്യാമറ കിടക്കണം, അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ആപ്സ് ആയിട്ട് ചെയ്യേണ്ടത് റീഅസൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ ലിമിറ്റഡ് ആണ് കേട്ടോ, ഒരു ബേസിക് ഒരു ലെവലിലേ ഉള്ളൂ. പിന്നെ നമുക്ക് ലോക്ക് സ്ക്രീൻ പോസ്റ്റർ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. മീൻസ് ഓരോ ടൈമിലും ഓരോ വാൾപേപ്പറും മാറി മാറി വരുന്നതാണ് ലോക്ക് സ്ക്രീനിൽ. സോ അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, റിയലി നൈസ്. അത് ടൈപ്പ് ഓഫ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പാണ് വേണ്ടത്. നിങ്ങൾക്ക് മൂവീസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ആർട്ട് വേണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, ഫുഡ് വേണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, ലൈഫ് സ്റ്റൈൽ വേണമെങ്കിൽ ടിക്ക് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ബേസിക് പ്രിഫറൻസ് ആണ് കേട്ടോ. സോ ജസ്റ്റ് ബാക്ക് ടു പിന്നിൽ ലോക്ക് സ്ക്രീൻ സ്റ്റൈൽസ് കിട്ടുന്നുണ്ട് അവിടെ. അത് ജസ്റ്റ് ഉണ്ടോ ഇവിടെ കുറച്ചും കൂടെ എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മുടെ ലോക്ക് സ്ക്രീൻ സ്റ്റൈൽസ്. പിന്നെ ഹോം സ്ക്രീൻ അതാണ്, അവിടെയും കുറേ ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ ഈ ഹോട്ട് ആപ്സ് ആൻഡ് ഹോട്ട് ഗെയിംസ് ഒക്കെ ഡിസേബിൾ ചെയ്യുക, ആപ്പ് സജഷൻസ് ബാറൊക്കെ ഡിസേബിൾ ചെയ്തിടുമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, പിന്നെ ഇത് ഗൂഗിൾ ഡിസ്കോറൊക്കെ കിടപ്പുണ്ട്, നോക്കിയറിയാം. ജസ്റ്റ് ഇത് ലെഫ്റ്റ് പോയി ഗൂഗിൾ ഡിസ്കോർ ഉണ്ട്. ഇനി ഗൂഗിൾ ഡിസ്കോർ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ പോയിട്ട് ഹോം സെറ്റിംഗ്സിനകത്ത് ഗൂഗിൾ ഡിസ്കോർ ജസ്റ്റ് ടേൺ ഓഫ് ചെയ്യുക. സോ ഇനി ഉണ്ടത് ലെഫ്റ്റ് ഉണ്ടാവില്ല. ഇനി വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിംഗ്സിനകത്ത് ഹോം സ്ക്രീൻ സെറ്റിംഗ് സെയിം ലൊക്കേഷൻ തന്നെ കേട്ടോ. ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ ഹോം സെറ്റിംഗ്സ്. വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വൈപ്പ് ഡൗൺലോഡ്സ് ആണ് ഹോം സ്ക്രീൻ. ഇപ്പോൾ ഗ്ലോബൽ സെർച്ച് ആണ്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഒരു കൈ വെച്ചത് സ്വൈപ്പ് ഡൗൺലോഡ് ചെയ്ത് ഗ്ലോബൽ സെർച്ച് തന്നെ കേട്ടോ. അതിപ്പോൾ ഒരു റിയലി ഇൻകൺവീനിയൻറ്റ് ചെയ്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. അതിന് പകരമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറ വന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. പക്ഷേ ഇത് കണ്ടോ, ഇത് ചുമ്മാ ഇത് വന്നേ ഉള്ളൂ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഹോം സെറ്റിംഗ്സ് എടുക്കുക. അത് സെയിം തന്നെ കേട്ടോ. സ്വൈപ്പ് ഡൗൺലോഡ്സ് ഹോം സ്ക്രീന് ഗ്ലോബൽ സെർച്ച് മാറ്റി നോട്ടിഫിക്കേഷൻ ട്രാക്കുക. സോ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ പാനലും വരും. സോ അത് റിയലി നൈസാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ആണ്. ഓക്കെ, സോ നമുക്കിവിടെ അതിന് അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഡാർക്ക് തീം ദാറ്റ് മീൻസ് കേട്ടോ, ഡാർക്ക് തീമിനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ സ്ക്രീൻ കളേഴ്സിന് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും അടിപൊളി ബ്രൈറ്റ്
ഇടുമായിരിക്കും ഏറ്റവും അടിപൊളി കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ പ്രൊഫഷണൽ ഇട്ട് കഴിഞ്ഞാലും അത്ര ഒരു വൈബ്രൻസ് കിട്ടുന്നില്ല. ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് പേഴ്സണലായിട്ട് തോന്നിയത് ബ്രൈറ്റ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമുക്കിവിടെ സ്റ്റാറ്റസ് ബാറിന് കുറച്ച് കസ്റ്റമൈസേഷൻ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് എത്ര MB ഡൗൺലോഡ് നടക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഇത് ഓൺ ചെയ്യുക, ബാറ്ററി പെർസെൻറ്റേജ് അറിയാൻ വേണ്ടി ഇത് ഓൺ ചെയ്യുക, അങ്ങനത്തെ ഓപ്ഷൻസ് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സെറ്റിംഗ്സിലെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ആണ്. സോ നമുക്കിവിടെ ഓട്ടോ ബ്രൈറ്റ്നസ് കിട്ടുന്നതാണ്, അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ്, പിന്നെ ഐ പ്രൊഡക്ഷൻ, ദാറ്റ് മീൻസ് ഹാംഫുൾ ലൈറ്റൊക്കെ കളഞ്ഞിട്ട് അത്യാവശ്യം ഫിൽറ്റേഡ് ആയിട്ടുള്ള ലൈറ്റ് ഇട്ടാനുള്ള ഓപ്ഷനാണ്. സോ നൈറ്റൊക്കെ ലൈറ്റ് ഇടാൻ റൂമിൽ ഫോൺ യൂസ് ചെയ്യാൻ മസ്റ്റ് ടേൺ ഓൺ ചെയ്യണം. പിന്നെ നമുക്ക് ഡാർക്ക് തീം വരുന്നുണ്ട്, ദാറ്റ് മീൻസ് ബ്ലാക്ക് തീം വരുന്നതാണ്. പിന്നെ സ്ക്രീൻ കളേഴ്സിനകത്ത് ഏറ്റവും അടിപൊളി ബ്രൈറ്റ് ആണ്. ബൈ ഡിഫോൾട്ട് സ്റ്റാൻഡേർഡ് ആയിരിക്കും, ബ്രൈറ്റ് ആയിരിക്കും ഏറ്റവും അടിപൊളി പഞ്ച് കളേഴ്സ് തന്നെ. LCD ആയിരുന്ന ബ്രൈറ്റ് ഇട്ട് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ലൈറ്റ് ആമോലിൻ്റെ അടുത്തൊരു എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ സ്റ്റാറ്റസ് ബാറിനകത്തും കൂടി 2 ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര MB ഡൗൺലോഡ് നടക്കുന്നുണ്ട്, അപ്ലോഡ് എത്ര MB ആണ്, അതൊക്കെ അറിയാൻ വേണ്ടി ഡിസ്പ്ലേ റിയൽ ടൈം നെറ്റ്വർക്ക് സ്പീഡ് കൊടുക്കുക. പിന്നെ ബാറ്ററി പെർസെൻറ്റേജ് ഇപ്പോൾ കാണിക്കുന്നില്ല, സോ ഷോ ബാറ്ററി പെർസെൻറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ റീഫ്രഷ് റേറ്റ് ആണ്. അപ്പോൾ ബൈ ഡിഫോൾട്ട് കിടക്കുന്ന സ്മാർട്ട് സ്വിച്ചിലാണ് കിടക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ 60 ആക്കാം, മാക്സിമം ബാറ്ററി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, ഓർ 90 ഓർ 120 ആക്കാം. പക്ഷേ ചില സമയത്ത് നിങ്ങൾക്ക് മാക്സിമം ബെറ്റർ പെർഫോമൻസ് വേണ്ടി എപ്പോഴും നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് വലിയ ഇഷ്യൂ അല്ലെങ്കിൽ 120 ഇട്ട് ഡയറക്റ്റ് 120 ഇട്ടേക്കുക. 120 അപ്പോൾ നല്ല സ്മൂത്ത്നെസ്സും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ കിട്ടും. ഓക്കെ, പിന്നെ ജസ്റ്റ് ക്വിക്കായിട്ട് നമ്മുടെ ക്യാമറയുടെ മോഡ്സ് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ പോർട്രേറ്റ് മോഡ് കിട്ടുന്നുണ്ട്. അതിനകത്ത് തന്നെ ഇവിടെ ഫിൽറ്റർ, ബ്യൂട്ടി മോഡ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഡയറക്റ്റ് തന്നെ അവിടെ കിട്ടും. ഇപ്പോൾ സെലക്ട് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ബ്യൂട്ടി മോഡ് കിട്ടുന്നുണ്ട്. ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് നല്ല ഹൈ റേഞ്ച് ഓഫ് കസ്റ്റമൈസേഷൻ. പിന്നെ പോസ്റ്റർ ഓപ്ഷൻസ്, അതിന് വെച്ച് നെറ്റിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ അത് ബൊക്കെ മോഡ്, ആ ഡെപ്ത് എഫക്റ്റ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി. സോ പോർട്രേറ്റ് മോഡൊക്കെ അടിപൊളിയാണ്. ദാറ്റ് മീൻസ് അടിപൊളി മീൻസ് കസ്റ്റമൈസേഷൻ അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോസ് നമുക്ക് ഇൻബിൽറ്റ് ഫിൽറ്റേഴ്സ് പറയാനുണ്ട്. വീഡിയോസിനകത്ത് നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഫ്രെയിമിംഗ് ലൈൻസിനുള്ള ചെറിയൊരു ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ അവിടെയും ബ്യൂട്ടി മോഡും മറ്റേ ഫിൽറ്റേഴ്സും ഓപ്ഷൻ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ലൈവ് ഫോട്ടോ, ദാറ്റ് മീൻസ് ഒരു ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒരു സെക്കൻഡ് പുറകിലും ഒരു സെക്കൻഡ് ആഫ്റ്റർ ആയിട്ടുള്ള സംഭവങ്ങളുടെ ഒരു ഷോർട്ട് വീഡിയോ പോലെ ആണ് ഫോട്ടോ മോഡ്. പിന്നെ ഡോക്യുമെൻറ്റ് മോഡ്, AR സ്റ്റിക്കേഴ്സ്, സ്ലോ മോഷൻ, പ്രോ മോഡ്, അതായത് അപ്പർച്ചർ ഐസ് വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രോ മോഡ്. പിന്നെ നമ്മുടെ 50 MB മാക്സിമം റെസൊല്യൂഷൻ ഫോട്ടോയും എടുക്കാൻ ഡയറക്റ്റ് ആയിട്ടൊരു മോഡ് കിട്ടുന്നുണ്ട്. സോ ഗൈസ്, ഇത്രയാണ് നമ്മുടെ ക്വിക്കായിട്ട് നമ്മുടെ Iqoo Z6 Lite ടിപ്സ്, ട്രിക്സ് ആൻഡ് ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് നോക്കുന്ന വീഡിയോ. സോ ഗൈസ്, ദാറ്റ്സ് ഫോർ ടുഡേ. സൈനിങ് ഓഫ്. ഇറ്റ്സ് ഫോൺ മാനിയ.